നമസ്കാരം. കൈപ്പകശ്ശേരി ഗോവിന്ദമ്പുരി. നമ്മൾ ഈശ്വര പ്രാർത്ഥനയും ഈശ്വര നാമജപാദികൾ, അമ്പല ദർശനം ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദുരിതങ്ങൾ വരാം. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായ പരിഹാരത്തിന് ഞാൻ പറയണത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇപ്പം കിടപ്പുമുറി, പഠനമുറി, പൂജാമുറി, അടുക്കള, ഇങ്ങനെ ഓരോ റൂമിനും ഓരോ സ്ഥാനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അത് രീതികൾ നിശ്ചയിച്ചിട്ടുണ്ട് വാസ്തുശാസ്ത്രപ്രകാരം അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ഒരു എഫക്റ്റീവായി നിൽക്കുന്ന ലൈഫ് അതിനകത്ത് ഉണ്ടാകുന്നത്. നമ്മളത് പല വിധത്തിൽ പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. പറയാൻ ഒരുപാട് കഥകളുണ്ട്. എങ്കിലും ഒരു മുറിയിൽ കിടക്കുമ്പോൾ വയ്യ വടക്കോട്ട്, വേണമെങ്കിൽ തെക്കോട്ട്, വേണ്ട പടിഞ്ഞാട്ട്, വേണം കിഴക്കോട്ട്. ആദ്യത്തെ പ്രമാണം ഇങ്ങനെ ആയിരിക്കണം തല വെക്കണേ. വയ്യ വടക്കോട്ട്, വടക്കോട്ട് വേണ്ട, തല വെക്കണ്ട. വേണമെങ്കിൽ തെക്കോട്ട്, വേണമെങ്കിൽ മാത്രം തെക്കോട്ട് വെക്കുക. വേണ്ട പടിഞ്ഞാട്ട്, പടിഞ്ഞാട്ട് ഒരിക്കലും പാടില്ല. വേണം കിഴക്കോട്ട്, കിഴക്കോട്ട് നിർബന്ധ. അപ്പോൾ 98% കിഴക്കോട്ട് തല വെച്ച് കിടക്കാവുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഏറ്റവും നന്നായിട്ട് കിഴക്കോട്ട് തല വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്, കിടപ്പിൻ്റെ ആദ്യത്തെ അവസ്ഥ. അതുപോലെ തന്നെ ഈ തല വെക്കുന്ന കാര്യം ഞാൻ പറയണം. നമ്മൾ കിടക്കുന്ന മുറിക്കകത്ത് ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ കാണാം, ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ജലാശയങ്ങളൊന്നും കുടുംബത്തിനകത്ത് തന്നെ സൂക്ഷിക്കാൻ കൊള്ളില്ല. ഈ ജലാശയം എന്ന് പറഞ്ഞാൽ അപ്പം നാലുകെട്ടിൻ്റെ ഒക്കെ നടുമുറ്റം എങ്ങനെ തിരുമേനി നിൽക്കും? നടുമുറ്റം നല്ലതാണ്. അവിടെ അവിടെ സംഭരണിയല്ല, ജലം വന്നു പോവുകയാണ്. ജലസംഭരണിയായി ചിലരൊക്കെ മീൻ വളർത്തുന്ന സ്ഥലമൊക്കെ കുടുംബത്തിനകത്ത് വളർത്തും. ശരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന എന്താണോ ഒന്നാണ് ഈ മീൻ സംഭരണി. ഈ മീനെയൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം. അതിനൊരു പേരൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്കറിയില്ല, ഞാൻ കാണാറുണ്ട്. അങ്ങനെയുള്ള ജലങ്ങൾ ചില വെള്ളത്തിനകത്ത് ചില ചെടികളൊക്കെ ഇട്ട് ചില ആൾക്കാർ മുറികളിലൊക്കെ വെക്കാറുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുറിയിൽ നിന്ന് മാറ്റുന്നത് ഈ മുറിക്കകത്തെ നെഗറ്റീവ് എനർജി ഇല്ലാണ്ടാക്കും. അതുപോലെ ബീഭത്സമായി നിൽക്കുന്ന ചിത്രങ്ങൾ, ബീഭത്സം എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഈ കലാപങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ, മറ്റ് സാധനങ്ങളൊക്കെ നമ്മുടെ ദൃഷ്ടി കാണത്തക്ക വിധം വെക്കുന്നതൊക്കെ കുടുംബത്ത് നെഗറ്റീവായ എനർജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ മൈൻഡാണ്. ഇതിനകത്ത് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിനെയാണ്. കാരണം നമ്മൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ മുൻപിൽ നിന്ന് ഒരു വാഹനം വന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ചേ പോകുള്ളൂ. ചിലപ്പോൾ നമ്മൾ തിരക്കുള്ള ടൗൺ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ എല്ലാ വാഹനങ്ങളെയും മറികടന്ന് ഓവർടേക്ക് ചെയ്ത് നമ്മൾ ചിലപ്പോൾ പോകാറുണ്ട്. ഇത് രണ്ടും നമ്മുടെ മനസ്സിൻ്റെ എനർജിയാണ്, മനസ്സിൻ്റെ ശക്തിയാണ്. അപ്പം നമ്മൾ ആ വാഹനത്തെ നമ്മുടെ മനസ്സുമായി നോക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ് ആ വാഹനത്തിൻ്റെ സ്പീഡ് അല്ലെ ലക്ഷ്യം. അപ്പം നമ്മൾ കിടക്കുന്ന മുറിയുടെ ആ വ്യക്തിയുടെ മനസാന്നിധ്യമാണ് അവരുടെ ലൈഫ്. ഒരു ഭാര്യാഭർത്താക്കന്മാരുടെ ജീവിതം കിടപ്പുമുറിയിൽ നിന്നാണ് തുടങ്ങണത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ശുദ്ധമായ മനസ്സിന് ശുദ്ധമായി നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈയിടെ ഞാൻ തമിഴ്നാട് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രശസ്തിയായി നിൽക്കുന്ന ഡോക്ടർ പറഞ്ഞു, ഷുഗറിന് ഞാൻ ഒരു മരുന്നേ നിശ്ചയിക്കാറുള്ളൂ ഗുരുജി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചാൽ പറയും, വൈകുന്നേരം രാത്രിയിൽ ഒരു 8 മണിക്കൂർ ഉറക്കം, 10 മണിക്ക് ഉറങ്ങുക, 5 മണി വരെ, അതാണ് ഞാൻ നിർദ്ദേശിക്കുന്ന ആദ്യത്തെ മരുന്ന് എന്ന് പറഞ്ഞു. അത് തന്നെ ചെയ്താൽ ഷുഗർ കുറയുമെന്ന്. അറിയാം, നമുക്ക് ഷുഗറൊക്കെ വന്ന നാഡീഞരമ്പുകൾക്കൊക്കെ തളർച്ചയാണ്, ജീവിതം നമ്മുടെ കൈകളിൽ നിന്ന് പോവുകയാണ്. ആ ഷുഗർ പേഷ്യൻസിനെ നമുക്ക് കുറയാം. അപ്പം ഇതൊക്കെ ഉറക്കം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഉറങ്ങുന്ന മുറി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനായാലും നാമം ജപിക്കാനെങ്കിലും അമ്പലത്തിൽ പോകണമെങ്കിലും ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചുമര് സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് ആ വ്യക്തികൾ ആരോഗ്യപരമായിരിക്കണം. അതുകൊണ്ട് ആ നിദ്രാദേവിയെ നമ്മൾ ആവാഹിച്ചെടുക്കണമെങ്കിൽ അതിന് സംശുദ്ധമായി നിൽക്കുന്ന ഒരു കിടപ്പുമുറിയായിരിക്കണം. മനസ്സിലാവും. ചുമന്ന നിറമുള്ള പെയിൻറ്റുകൾ അടിച്ച ഭിത്തികളാവരുത്. കടുകട്ടിയുള്ള നിലങ്ങൾ അടിച്ച ചിത്രങ്ങൾ വെക്കരുത്. കട്ടി നിറമുള്ള കർട്ടനുകൾ തൂക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? കിടക്കുമ്പോൾ വാർക്കയുടെ മുകളിൽ വളരെ ചിത്രവർണ്ണങ്ങൾ, വളരെ വികൃതമായ ചിത്രങ്ങളൊക്കെ വരച്ചു വയ്ക്കുക, ലൈറ്റ് ഇടുമ്പോൾ കാണാൻ പാകത്തിന്. അതൊക്കെ കിടക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നെഗറ്റീവായ എനർജീസിനെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ എന്താ നെഗറ്റീവ്? അവൻ്റെ അന്നത്തെ ആ ഒരു എനർജി ലെവലിൽ തളർന്നാണ് അവൻ ഉറങ്ങുന്നതും എണീക്കുന്നതും അവൻ്റെ ലൈഫ് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ, അതുപോലെ തന്നെ നമ്മൾ കിടക്കണേൻ്റെ തൊട്ട് മുമ്പിൽ ചിലർ കണ്ണാടി വെക്കും, നമ്മുടെ പ്രതിരൂപം കണ്ട് എണീക്കാനും ഒക്കെ ഉണ്ട്. നമ്മുടെ എണീക്കുമ്പോൾ നമ്മുടെ രൂപം കണ്ട് എണീക്കണ്ട, കാരണം നമ്മൾ എണീറ്റതിന് ശേഷം കണ്ടാൽ മതി. കാരണം വെച്ചാൽ അവിടെ കണ്ണാടി പോലത്തെ അലമാരി കണ്ണാടിയൊക്കെ വെച്ച് രൂപം കണ്ട് നമ്മൾ എന്നിട്ട് അതിനകത്ത് നോക്കി, അപ്പം നമ്മുടെ ചിന്തകൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് പ്രതിമകളൊന്നും വെക്കാതിരിക്കുക, മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അനാവശ്യമായി ചില പോലെ ഈ വള്ളിപുള്ളിയുള്ള ചെടികളൊക്കെ ഉണ്ട് ബെഡ്റൂമിൽ വെക്കണേ, അതൊക്കെ റൂമിൽ നിന്ന് ഒഴിവാക്കുക. കാരണം അതിൽ നിന്നൊക്കെ കണ്ടമാനം പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവരെ ഇല്ലാതാക്കുകയാണ്, മനസ്സിലാവുന്നുണ്ട്. O2 ആണ് വളരെ ശുദ്ധമായ ഓക്സിജൻ. AC റൂമിൽ പോലും പണ്ടത്തെ കാലത്ത് അനുവദനീയമല്ല, പക്ഷെ ഇപ്പം അതൊക്കെ പറഞ്ഞാൽ നടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ലഭിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കിടപ്പുമുറി എന്ന് പറയുന്നത്. നമ്മൾ കിടപ്പുമുറിക്കകത്ത് ലൂടുന്നാണ് നമ്മൾ ഒരു പിറ്റേ ദിവസത്തെ സ്റ്റാർട്ടിങ്, അതിൻ്റെ എനർജി പിറ്റേ ദിവസത്തെ സ്റ്റാർട്ടിങ് ഈ കിടപ്പുറന്ന്. അതുപോലെ തന്നെ ബാത്റൂം കാണും. ഇപ്പം എല്ലാവരും ബാത്ത് അറ്റാച്ച്ഡ് മുറിയാണ്. ഈ ബാത്ത് അറ്റാച്ച്ഡ് മുറിക്കകത്ത് എന്താ ചെയ്യണേ, ചിലപ്പോൾ ആ വാതിലൊന്നും അടയ്ക്കാൻ മറന്നു പോകും. ശരിക്കും ശാസ്ത്രം പറയുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് മുറിക്കകത്ത് വെക്കേണ്ട ബ്രഷ് പിറ്റേ ദിവസം ബ്രഷ് ചെയ്യാൻ കൊള്ളുമ്പോഴാണ് അണുബാധയായിരിക്കും. ഇപ്പം അതിന് ചിലർ അലമാരിയൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് കാണാൻ ഒരു കൊളുത്തുള്ള സാധനം വെച്ചിട്ട് നിങ്ങൾ തൂക്കിയിടും കക്കൂസിൽ. ആ ബ്രഷ് ചെയ്യാൻ പോലും കൊള്ളില്ല, അത്രയ്ക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് പറയണം. അപ്പോൾ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നിടാതിരിക്കുക. ബാത്റൂമിൽ അഥവാ വൈകുന്നേരങ്ങളിൽ എപ്പോഴോ റൂമിലുള്ള ബാത്റൂമിൽ പോയാൽ വൃത്തിയായിട്ട് കാല് കഴുകി കാർപ്പറ്റ് തുടച്ചിട്ട് മാത്രം മുറിയിലേക്ക് പ്രവേശിക്കുക. ഇതൊക്കെ സർവ്വസാധാരണമായി റൂമിൽ അറേഞ്ച് ചെയ്യേണ്ട എനർജിയാണ്. നമ്മൾ ഈ എനർജിയെ ലക്ഷ്മി ദേവിയോ ഭഗവതിയായിട്ട് കണക്കൂട്ടാം, നെഗറ്റീവ് എനർജി ജ്യേഷ്ഠലക്ഷ്മിയായിട്ട് കണക്കൂട്ടാം. അങ്ങനെ വന്നാൽ നമ്മുടെ ആ കിടപ്പുമുറിയിലെ ശ്രീലക്ഷ്മിയാണ് അവിടെ നല്ല ദാമ്പത്യത്തെ നൽകുന്നത്. ആ കിടപ്പുമുറിയിലെ ശ്രീലക്ഷ്മി തന്നെയാണ് നമ്മുടെ സമാധാനപരമായ ജീവിതത്തെ നൽകുന്നത്. ആ ഭാര്യാഭർത്തൃ ജീവിതത്തിനകത്ത് നല്ല സംസാരങ്ങളും നല്ല പ്രവൃത്തിയും ഉണ്ടാകാൻ അവരുടെ തുടക്കവും കിടപ്പുമുറിയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നെഗറ്റീവായ എനർജിയെ, ശാസ്ത്രീയമായി പറയുന്ന നെഗറ്റീവ് എനർജിയെ മാറ്റി, അല്ലെങ്കിൽ ആധ്യാത്മികമായി നിൽക്കുന്ന ജ്യേഷ്ഠാലക്ഷ്മിയെ മാറ്റി ശാസ്ത്രീയമായി നിൽക്കുന്ന പോസിറ്റീവ് എനർജിയെ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആധ്യാത്മികമായ ലക്ഷ്മി ദേവിയെ ക്രിയേറ്റ് ചെയ്ത് കിടന്നുറങ്ങുക. അതുപോലെ തന്നെ ഒരു കാര്യം ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുക. എന്നിട്ട് കുറേ മറ്റേ ഗാലറിയിൽ പോയി അതൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഈ എന്താ പറയുക റീൽസൊക്കെ കണ്ടിട്ട് കണ്ണൊക്കെ വേദനിച്ച് പ്രാന്ത് പിടിച്ച് നമ്മുടെ തലയിലെ ബുദ്ധിയും പോയി നമ്മളൊരു സമയത്തല്ല ഉറങ്ങേണ്ടത്. നമ്മൾ കിടന്ന ആദ്യ റൂമിൽ ചെന്നാൽ നമ്മുടെ വൈഫൈ ഉണ്ടെങ്കിൽ ആ റൂമിൽ വരാതിരിക്കാൻ അത് ഓഫ് ചെയ്യുക, മൊബൈൽ ഓഫ് ചെയ്യുക, TV ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക, ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഓഫ് ചെയ്യുക. എന്ന് വെച്ചാൽ AC ഫാൻ ഓഫ് ചെയ്യണം എന്നല്ല ഉദ്ദേശിച്ചത്, ഈ കണ്ണിന് ക്ഷതം വെക്കുന്ന സാധനങ്ങളൊക്കെ ഓഫ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും 15 മിനിറ്റെങ്കിലും നിങ്ങളുടെ ഭാര്യയോട് സംശുദ്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അതിനുശേഷം നമ്മുടെ പരമ്പരാഗതമായി നിൽക്കുന്ന മൂലകുടുംബത്തിലെ ഈശ്വരന്മാരെയും, നമ്മുടെ ദേശാധിപതിയായി നിൽക്കുന്ന ദേവന്മാരെയും, നമ്മുടെ ഉപാസനാമൂർത്തിയായി നിൽക്കുന്ന ഭഗവാനെയും പ്രാർത്ഥിച്ച് ഇന്ന് തന്ന എല്ലാ ഐശ്വര്യത്തിനും നന്ദി പറഞ്ഞ് നാളെ എനിക്കതെല്ലാം തിരിച്ച് നാളെയും എനിക്കിതുപോലെ അവിടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ച് ഭഗവാനോട് നല്ലൊരു നിദ്ര പ്രാർത്ഥിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. ആ കിടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹം രാവിലെ എണീക്കുന്ന ആ എനർജിയാണ് പിറ്റേ ദിവസത്തെ വർക്ക്. പിറ്റേ ദിവസം ഇപ്പം രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു, വയ്യാന്ന് പറഞ്ഞ് പനിയാണ് എങ്ങനെ പോകും, ശരീരത്തിന് വയ്യെങ്കിൽ എങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നന്മ ചെയ്യണമെങ്കിലും ദാനം ചെയ്യണമെങ്കിലും പൈസ വേണ്ടേ. ഒരാൾക്ക് 10 പേർക്ക് ചോറ് മേടിച്ചു കൊടുക്കണം, അതിനും പൈസ വേണ്ടേ. ഞാനൊരു അമ്പലത്തിലെ വഴിപാട് പറയണു, അമ്പലത്തിൽ പോകാൻ പറഞ്ഞു, അതിന് ആരോഗ്യം വേണ്ടേ. അപ്പോൾ ആരോഗ്യവും ആധ്യാത്മികമായിട്ടുള്ള അടുപ്പം വളരെ ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഈ ഒരു രീതി ഇനി മുതൽ കിടപ്പുമുറിയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഈ രീതിയിൽ അല്ലാത്തതൊക്കെ ഒന്ന് മാറ്റി ഫിക്സ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആ കിടപ്പുമുറിയിലും ശ്രീലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവും, ആരോഗ്യപരമായ ലൈഫ് ഉണ്ടാവും. ദാമ്പത്യത്തിലെ കലഹങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടെ മാറ്റം വരും. ദാമ്പത്യ കലഹങ്ങൾക്ക് കിടപ്പുമുറിയിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി നിങ്ങളെ വഴക്കിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നന്ദി, നമസ്കാരം.